നമുക്ക് സഹായം എന്ന് പറയാനായിട്ട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കേണ്ട നമ്മൾ ജനീഷ് എൻ്റെ അമ്മ ഈ ഡോക്ടറെ വിറ്റാക്കാൻ വിസമ്മതിച്ചപ്പോൾ മിനിസ്റ്റർ ജനീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഭാഗത്തുനിന്നും സാധാരണക്കാരനെ ഒരു മന്ത്രി എന്നുള്ള പേരൊക്കെ എടുത്തു വന്ന ആളാണ്. പക്ഷേ ആളുടെ ഭാഗത്തുനിന്നും ഒരു നല്ല സമീപനം ഉണ്ടായില്ല. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വിളിക്കാം എന്ന് പറഞ്ഞു, ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നാളെ ഈ നേരം പോലും ആയിട്ട് ഒരു വിളിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടറുടെ സമീപനം മോശമായതിനെ തുടർന്നാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇപ്പം നിങ്ങൾ കേട്ടത് ഇവിടെ കൊടുങ്ങല്ലൂര് ഒരു BJP പ്രവർത്തകന്റെ വീട്ടിലെ പ്രശ്നങ്ങളുടെ ബാക്കി പത്രമാണ്. ആളുടെ ഭാര്യയാണ് ഇപ്പോൾ സംസാരിച്ചത്. സംസാരിച്ചത് ഒരു ചാനലിനോടാണ്. ആ ചാനലുകാരെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ആ അന്വേഷിച്ച ചാനൽ ഇപ്പോൾ മനസ്സിലായില്ലേ ഏതാ ചാനലിന്? അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഈ ചാനലുകാരോട് ഒരു കാര്യം ചോദിക്കില്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. കഴിഞ്ഞ മുൻ മന്ത്രി ഗണേഷ് കുമാർ സ്വന്തം ഭാര്യയെ തല്ലിയതും, ഭാര്യയെ കാണാൻ പാടില്ലാത്ത ഒരു സംഭവം കണ്ട് വന്ന് ഭാര്യ ചോദ്യം ചെയ്തപ്പോൾ ഭാര്യയെ ആൾ മർദ്ദിക്കുകയും പോരാത്തതിന് ആളുടെ ഡ്രൈവർ ഈ ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്തു. അന്ന് ഈ പറയുന്ന ചാനലുകാരും ഈ പറയുന്ന ചാനല്, പ്രത്യേകിച്ച് ഈ ചാനല് കൈരളി എന്ന് പറയുന്ന ഈ ചാനല് ഈ പറയുന്ന സ്ത്രീയെ അല്ലെങ്കിൽ ആ ചേച്ചിയെ വിളിച്ച് എന്താണ് ചേച്ചി പ്രശ്നം എന്നൊന്നും ചോദിക്കുന്നത് കേട്ടില്ല. കാരണം പല സ്ത്രീകൾക്ക് പല രീതിയിലാണോ നിങ്ങൾ എന്താ പറയുക ഇത് കൊടുക്കുന്നത്, പരിഗണന കൊടുക്കുന്നത്. ഒരാളുടെ കുടുംബത്തുണ്ടാവുന്ന, അതായത് അയാളും അയാളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണിത്. മൂന്നാമതൊരാൾ ഇതിലില്ല, ഈ പറയുന്ന പ്രശ്നത്തിലില്ല എന്നാണ് ആ ചേച്ചിയും പറഞ്ഞത്. അതായത് ഈ BJP പ്രവർത്തകരുടെ ഭാര്യയും പറഞ്ഞത് മൂന്നാമതൊരാളില്ല എന്നുള്ളതാണ്. പക്ഷേ ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ മൂന്നാമതൊരാൾ വന്നിരുന്നു, അതായത് അയാളുടെ ഡ്രൈവർ. അതുവരെ തല്ലി, അയാൾ വരെ ഈ പറയുന്ന ഭാര്യയെ തല്ലി. എന്നിട്ടും പുറം ലോകത്തേക്ക് അത് ഇത്തിരി അങ്ങോട്ട് വലുതായി എന്ന് കണ്ടപ്പോൾ അവർ ഒന്നിച്ചു. അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു. ഈ ഒരു പ്രശ്നം ഈ നടക്കുന്ന പ്രശ്നവും ഇവരും ഭാര്യയും ഭർത്താവും ചിലപ്പോൾ നാളെയായാലും ഒന്നിക്കും. നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന ഭാര്യയെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ? നിങ്ങൾ ആരാണ് ശരിക്കും? ഇവിടെ പോലീസുകാർക്കിടെ ആവശ്യമില്ലേ? കോടതിയുടെ ആവശ്യമില്ലേ? നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. എല്ലാ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിലേക്കും നിങ്ങളാണോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു പാർട്ടിയെയോ ഒരു മറ്റുള്ള കാര്യങ്ങളോ മറ്റൊന്നും മുന്താങ്ങലും പിന്താങ്ങലും നല്ല കാര്യങ്ങൾ. നിങ്ങൾ എല്ലാ കുടുംബത്തും കയറിയിരുന്ന് മെഴുകുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ എന്താ പ്രശ്നം? അതും ഒരു സ്ത്രീയായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ ഭാര്യയും ഒരു സ്ത്രീയായിരുന്നു. ഇതും ഒരു സ്ത്രീ തന്നെയാണ്. ഇത് നാളെ കോടതിയിലേക്ക് എത്തി ചിലപ്പോൾ കേസിൻ്റെ ഇതിൽ ലാസ്റ്റ് ഇവരൊന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റിങ്ങിനാണ് ആവശ്യമെങ്കിൽ വേറെ പണിക്ക് പോവായി. ഒരു കുടുംബ പ്രശ്നം അത് എങ്ങനെയും പറഞ്ഞ് അത് അവരുടേതായ കാരണന്മാർ മറ്റുള്ള സാധാരണ നാട്ടുനടപ്പൊക്കെ അങ്ങനെയാണ്. നിങ്ങളെപ്പോലുള്ളവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവരുടെ മക്കളുടെ ഭാവി മറ്റുള്ള കാര്യങ്ങളും ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ അവരുടെ കുടുംബത്തെ എന്താ പ്രശ്നം എന്ന് വരെ നമുക്കറിയില്ല, നമ്മൾ അന്വേഷിക്കാനും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ, അതായത് ചെറിയ പ്രശ്നത്തെ ചിലപ്പോൾ ബൂതി പെരുപ്പിച്ച് വലിയ പ്രശ്നമാക്കി കലാപം വരെ സൃഷ്ടിക്കുന്ന ജന്തുക്കളാണെന്ന് നിങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകരും പറയണില്ല. റിപ്പോർട്ടർ പിന്നെ ഇതേപോലത്തെ കുറേ എണ്ണുണ്ട്. ഇവർക്കൊക്കെ വീടുകളുടെ ഉള്ളിലേക്ക് കയറിയാലാ അടങ്ങല്ലോ നടക്കുള്ളൂ. ഈ പറയുന്ന BJP പ്രവർത്തകർ ഒരു കൗൺസിലറോ ഒരു മന്ത്രിയോ ഒരു MLA അങ്ങനെ ഒരാളെ അല്ല, ഒരു BJP പ്രവർത്തകൻ ഒരു ജില്ലയുടെ സ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ജനങ്ങളാൽ ഒരു പ്രതിനിധിയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നില്ല എന്തെങ്കിലും ഒരു ചെറിയൊരു കഴമ്പെങ്കിലും ഉണ്ടാവും. ഇതൊരു പ്രവർത്തകന്റെ വീടെന്നും പറഞ്ഞ രണ്ട് കയറി പോണ്, ആളുടെ ഭാര്യനെ വിളിച്ച് ചോദിക്കുന്നത്, അത് ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വാർത്താ ചാനലിലേക്ക് നിങ്ങൾക്ക് കണ്ടന്റാണ്. അവർ പോകുന്ന അവരുടെ കുടുംബമാണ്, അവരുടെ മക്കളില്ലേ? എങ്ങനെയെങ്കിലും ഈ സംഭവം ഒന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒന്ന് ശ്രമിക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? ഈ ചേച്ചി പറയണ്ടായിരുന്നു പാവങ്ങൾ OJ ജനീഷ് വിളിച്ചിട്ട് വന്നില്ല. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു മന്ത്രി എന്ന് പറയുന്നത് വീട്ടിലെ ഭാര്യയും ഭർത്താവിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കലല്ല. അത് ചേച്ചിയുടെ അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ മഹാനില്ലേ, ആ മഹാന്റെ അടുത്തും കൂടിയും പറയാനുള്ളതാ. ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. പ്രശ്നങ്ങൾ എല്ലാ പാർട്ടിക്കാരുടെ പ്രശ്നങ്ങളുണ്ടെന്ന്.
എനിക്കിപ്പോൾ BJPയുടെയോ മറ്റേ കമ്മ്യൂണിസ്റ്റിൻ്റെയോ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അല്ലാന്ന്. പക്ഷെ കുടുംബങ്ങളിൽ കയറി നിങ്ങൾ ഈ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ വലുതായിരിക്കാം, ചിലപ്പോൾ പിന്നീട് അത് കോംപ്രമൈസ് ചെയ്ത് ഇപ്പം ഇത്ര വലിയ കേരളം ആളി കത്തിയ പോയൊരു കേസാണ് ഗണേഷ് കുമാറിൻ്റെ. അവർ വീണ്ടും ഒന്നിച്ചില്ലേ? ഭാര്യയെ ഭർത്താവിൻ്റെ ഡ്രൈവർ വരെ തല്ലിയൊരു കേസാണ്. ഭാര്യ കാണാൻ പാടില്ലാത്ത ബെഡ്റൂമിൽ കണ്ടൊരു കേസാണ്. എന്നിട്ട് അവരൊന്നിച്ചില്ലേ? ഇവരൊന്നിക്കാനായിട്ട് നിങ്ങൾ സമയം കൊടുക്ക്, പ്രാർത്ഥിക്കുക അതിന് വേണ്ടിയിട്ട്. ഒരു കുടുംബം കലങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കലക്കാനല്ല നോക്കേണ്ടത്, ഒരു കുടുംബം നശിപ്പിക്കാൻ നോക്കേണ്ടത്, അത് ഒന്നിപ്പിക്കാൻ നോക്ക് പണ്ടാരടങ്ങാനായിട്ട്.